നമ്മൾ പറയാൻ പോണ ക്രിസ്റ്റൽ വാലി ടെസ്റ്റാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് മാൻ വിറ്റ്നീൻ്റെ യു ടെസ്റ്റ് അത് ചെയ്തത് നമ്മൾ ഇങ്ങനെയാണ് അസെൻഡിങ് ഓർഡറിലാണ്. ഇനി നമ്മൾ വരുന്ന ക്രിസ്റ്റൽ വാലി ടെസ്റ്റായിട്ടാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ദ ക്രിസ്റ്റൽ വാലി ടെസ്റ്റ് 1% ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടു ടെസ്റ്റ് വെദർ ദ 4 സെയിൽസ്മെൻസ് ഹാവ് പെർഫോംഡ് ഈക്വലി ഇൻ ദർ സെയിൽസ് ഡ്രൈവ്. അപ്പോൾ നമുക്ക് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ട്. 4 സെയിൽസ്മാൻ്റെ ഒരു ഇതും തന്നിട്ടുണ്ട്. അവർ ഈക്വലി അവരുടെ സെയിൽസിൻ്റെ ഇതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കാം. സെയിൽസ് ഫിഗർ ഇത്രയും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നെല്ലാം നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഡിസെൻഡിങ് ഓർഡറിലാക്കണം. അപ്പോൾ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് ഇട്ട് കൊടുക്കണം. റാങ്ക് എങ്ങനെ ഇട്ട് കൊടുക്കണത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം നിൽക്കുന്നതിന് ആദ്യം റാങ്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ കൺഫ്യൂഷനൊന്നുമില്ല, കാരണം രണ്ടെണ്ണം ഒന്നും കയറി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് റാങ്ക് 1, 2, 3, 4, 5, 6 അങ്ങനെ എല്ലാ റാങ്കും വന്നിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 വരെയുള്ള റാങ്ക് നമ്മൾ ഇട്ട് കൊടുത്ത്, അതായത് 201 ആണ് റാങ്ക്. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നത് അതാണ് 2. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നത് 182, 3. അതുകൊണ്ട് അങ്ങനെ എല്ലാ റാങ്ക് ഇട്ട് കൊടുത്ത് ഈ സെയിൽസ്മെൻ, നമ്മൾ സെയിൽസ്മെനിൻ്റെ നോക്കിക്കേ, ഈ 17 ആദ്യം കിടക്കുന്ന 202 ആണ് നമ്മുടെ ഡിസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ 202 എന്ന് പറയുന്നത് ഇതിലേത് സെയിൽസ്മെൻറ്റിൻ്റെ കേസിലാണ് വരുന്നത്? ബി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബി ഇട്ട് കൊടുക്കുന്നത്. അതേമാതിരി 197 ഏതിലാണ് വന്നത്? 197 നോക്കിയേ, ഡി. അതാണ് നമ്മൾ ഡി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും നോക്കി ക്വസ്റ്റ്യനിൽ നോക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ റാങ്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ റാങ്ക് ഇട്ടിട്ട് കൊടുത്ത് ഇനി സെയിൽസ്മാൻ എ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. സെയിൽസ്മാൻ എയിൽ നമ്മൾ വന്ന റാങ്കുകൾ 182, പിന്നെ വന്നത് 171, പിന്നെ വന്നത് 157, പിന്നെ വന്നത് 162, പിന്നെ 148. അപ്പോൾ ഇത്രയും നമ്മൾ സെയിൽസ്മാനിൻ്റെ റാങ്ക് ആഡ് ചെയ്യണം. റാങ്കാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. സെയിൽസ്മാൻ എന്നിട്ട് റാങ്ക് നമ്മൾ ആഡ് ചെയ്യണം. എത്ര റാങ്കാണ് അവർക്ക് വന്നേക്കണമെന്നാണ്. അപ്പോൾ റാങ്ക് 7 അല്ലേ വന്നേക്കണം എ, പിന്നെ വന്നേക്കണം 11, പിന്നെ വന്നേക്കണം 40, പിന്നെ വന്നേക്കണം 70. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യണം. പിന്നെ അതിന് സെയിൽസ്മാൻ ബീൻ്റെ അതേപോലെ നോക്കണം. സെയിൽസ്മാൻ ബീന് ഏതിലൊക്കെയാണ് വന്നേക്കുന്നത്? ആദ്യം 202 അങ്ങനെയെല്ലാം ഫസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് 1, ബീൻ്റെ വന്നേക്കണ റാങ്ക് 5, 6, പിന്നെ 9, 60 അതൊക്കെ നമ്മളിവിടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യണം. അങ്ങനെ റാങ്കുകൾ നമ്മൾ കൂട്ടി വെക്കണം. ഡീൻ്റെ വരെയും കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇനി ഇതെന്ന് പറയണം. പിന്നെ നിങ്ങൾ ഇങ്ങാട് നോക്കിക്കോ, N1, N2, N3. N1 എത്രയുണ്ട്? 5. N2 എത്രയുണ്ട്? 5. N4 5 ഉണ്ട്. കാരണം നമ്മളിതിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. പിന്നെ R1 എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ടോട്ടൽ 5, 52, 37, 75, 46 അങ്ങനെയാണ് R1 നമ്മൾ R1, R2, R3, R4 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ടോട്ടൽ. പിന്നെ നമ്മൾ N1 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. അതായത് എത്ര എണ്ണം ഉണ്ട്? 5 + 5 + 5 + 5 20. N എല്ലാം കിട്ടി. ഇനി നമ്മൾ ക്രിസ്റ്റൽ വാലി ടെസ്റ്റിൽ വരുമ്പോൾ ചെയ്യേണ്ടത് H=12 / N × N + 1 Ri². ഇത് നമ്മൾ പഠിച്ച് വെക്കണം. ഇതിൽ Ri എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റാങ്ക്സ് അസൈൻ ടു N1 ഒബ്സർവേഷൻ ഇൻ ദ ith സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് പഠിച്ച് വെക്കണം. അതാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. അതിലോട്ട് നമ്മുടെ ഈ പ്രോബ്ലം ഇട്ട് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇതിൽ 12 നമ്മളിവിടെ വരും. പിന്നെ N എത്ര നമ്മൾ N കിട്ടിയേക്കണം 20 × N + 1 21, അതായത് 20 + 1 21. പിന്നെ നമ്മൾ 52 Ri ഇട്ടേക്കണം 52 ഉണ്ടോ? R1 ഇട്ടേക്കണം 52, പിന്നെന്താ ഇട്ടേക്കണം 37, 75, 46. ഇതെല്ലാം കൂടി സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ്, അതായത് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ റാങ്കുകൾ എത്ര എണ്ണം ഉണ്ട് അത് അത്രയും നമ്മൾ എഴുതി വെക്കണം. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര എണ്ണം ഉണ്ട് ഇതിൽ? N 5 എണ്ണം അല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് -3 ചെയ്യും. അപ്പോൾ നമുക്കിത് തന്നെ കിട്ടും. 4.57 ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ 5 ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ച്. നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതിൽ K-1 ആണ് ഈ ക്രിസ്റ്റൽ വാലി ടെസ്റ്റിൽ. അപ്പോൾ 4 - 1 നമ്മൾ നമ്മുടെ 5 ആണെന്ന് അറിയാമല്ലേ. അപ്പോൾ 5 - 1 ആണ് എത്രയാണ്? 4 - 1 ആണ് 3. K എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മുടെ ഇത് എത്രയുണ്ട്? 1, 2, 3, 4 ഉണ്ട് അല്ലേ. 4 റോസ് ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ K എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ K - 1 മാറിപ്പോയതാട്ടോ. 4 - 1 3. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് ടേബിൾ വാല്യൂ നോക്കി കണ്ടുപിടിക്കണം. 5% ആണെന്ന് പറയുന്നുണ്ട്, 1% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടേബിൾ വാല്യൂ നമ്മൾ നോക്കണം. Z ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ തന്നെ നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 11.345 കിട്ടും. അപ്പോൾ H നമ്മുടെ ടേബിൾ വാല്യൂവിനേക്കാളും ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്.
ഇത്രയുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ.